I would like to thank Lord for this good opportunity He has given us to study the Word of God this evening. നമ്മള് എഫേസ്യ ലേഖനം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So we are studying about the book of Ephesians. നമ്മൾ ചിന്തിച്ചു വന്നത് പൗലോസിന്റെ പ്രാർത്ഥനയെ പറ്റിയായിരുന്നു. So we were discussing about the prayer of Paul. നമ്മൾ പൗലോസിന്റെ 10ഓളം പ്രാർത്ഥനകളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So we discussed about the 10 prayers of Paul in the last class. സ്തോത്രം. പൗലോസ് 15-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So last class we discussed about Ephesians chapter 1 verses 15 and 16, which says that I have heard of your faith in the Lord Jesus and your love for all the saints. I do not cease to give thanks for you, making mention of you in my prayers. അങ്ങനെ നമ്മൾ ആ പ്രാർത്ഥനയെ പറ്റി വിവിധ ലേഖനങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥനകളെ പറ്റി എല്ലാ സഭകളോടും താൻ ദൂത് പറയുമ്പോൾ ഹല്ലേലൂയ ആ സഭകളിലുള്ള സഭയെക്കുറിച്ചും അവരുടെ ദൈവസ്നേഹത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും കേട്ടിട്ട് ഇടവിടാതെ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We can see that Paul, in all his epistles towards different churches, he is talking about their faith and their love for all the saints, and he's continuously praying for them and making mention of them in his prayers. അപ്പൊ ഓരോ സഭകളെ കുറിച്ചും ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവസന്നിധിയിൽ ഇടവിടാതെ സ്തോത്രം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. So Apostle Paul was a person who always gave thanks to each and every person in the church. ഇവിടെ എഫെസോസിലുള്ള സഭയെ കുറിച്ച് പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. But in this book of Ephesians, the prayer towards the church of Ephesians is a bit different compared to the others. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. So in verse 17 to 19 it reads, the God of our Lord Jesus Christ, the Father of our glory, may give you the spirit of wisdom and revelation in the knowledge of him, the eyes of your understanding being enlightened, that you may know what is the hope of his calling, what are the riches of the glory of his inheritance, and what is the exceeding greatness of his power towards us who believe, according to the working of his mighty power. ഇവിടെ പൗലോസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So by reading this we can see that Paul is praying a different prayer. ഇവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം, എന്നിട്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എന്നാണ് താൻ പറയുന്നത്. So here Paul is telling that the God of our Lord Jesus Christ, the Father of our glory, may he give us the spirit of wisdom and revelation in the knowledge of him, that the eyes of our understanding be enlightened. ഇവിടെ ജ്ഞാനവും വെളിപ്പാടും എന്ന് പറയുന്നത് അത് കൃപാവര ശുശ്രൂഷകളെ പറ്റിയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. So wisdom and revelation are considered to be a gift. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം ചിന്തിക്കുമ്പോൾ നമുക്ക് സ്തോത്രം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So when we read 1 Corinthians chapter 12, we can understand this better. അതിന്റെ 12-ാം അധ്യായം അതിന്റെ 8 മുതൽ താപ്പോട്ട് വായിക്കുമ്പോൾ 9 കൃപാവരങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. So from 1 Corinthians 12 verses 8 onwards, we can see about the different spiritual gifts. ഇവിടെ പറയുന്നത് ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം. ഒന്നാമത്തെ 9 കൃപാവരങ്ങളിൽ ഒന്നാമത്തെ കൃപാവരമാണ് ജ്ഞാനത്തിന്റെ വചനം. So in these 9 spiritual gifts, the first one is the word of wisdom.
ആമേൻ. രണ്ടാമത്തത് ആമേൻ സ്തോത്രം അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം. രണ്ടാമത്തെ കൃപാവരമാണ് ആമേൻ പരിജ്ഞാനത്തിന്റെ വചനം. So the next one is the word of knowledge. ആമേൻ. അടുത്ത മൂന്നാമത്തെ കൃപാവരം എന്ന് പറയുന്നത് വിശ്വാസമാണ്. The third one is faith. വാക്യം 9 പറയുന്നു, വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. അവൻ അടുത്തത് മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. After faith, the next gift is the gift of healing. അവൻ അടുത്ത അഞ്ചാമത്തെ വരമായിട്ട് നമ്മൾ അവിടെ കാണുന്നത് വീര്യപ്രവർത്തികളാണ്. മറ്റൊരുത്തന് വീര്യപ്രവർത്തികൾ. The next gift is the working of miracles. അവൻ അടുത്ത കൃപാപരമായിട്ട് ഇവിടെ പറയുന്നത് മറ്റൊരുവന് പ്രവചനം. Next one is prophecy. അവൻ അടുത്തതായിട്ട് പറയുന്നത് ആത്മാക്കളുടെ വിവേചനം. The other one is discerning of spirits. അവൻ അടുത്തതായിട്ട് പറയുന്നത് വേറൊരുത്തന് ആമേൻ സ്തോത്രം പലവിധ ഭാഷകൾ. എട്ടാമത്തെ കൃപാവരം. The eighth one is different kinds of tongues. അവൻ അടുത്തതായിട്ട് പറയുന്നു ഒമ്പതാമതായിട്ട് ഭാഷകളുടെ. The ninth one is the interpretation of tongues. അവൻ ഇതിനെ പൗലോസ് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവനായിട്ട്. ആമേൻ സ്തോത്രം നിങ്ങൾക്ക് അവൻ ഹല്ലേലൂയ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ഉണ്ടാകണമെന്ന് പൗലോസ് പറയുകയാണ്. So Paul is emphasizing here in this Ephesians, the book of Ephesians, that may the Lord give you the wisdom of the spirit of the wisdom and knowledge. Wisdom and revelation in the knowledge of him. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവസഭ കൃപാവരങ്ങളാൽ നിറയപ്പെടണം, കൃപാവരങ്ങളാൽ പ്രയോജനപ്പെടണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. So Paul here is desiring that the church be filled with the spiritual gifts. ആമേൻ. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആമേൻ, നമ്മുടെ ആദിമ പിതാക്കന്മാർ, നമ്മുടെ ആമേൻ പെന്തക്കോസിലെ ആദിമ പിതാക്കന്മാർ കൃപകളും കൃപാവരങ്ങളാലും നിറയപ്പെട്ടവരായിരുന്നു. So the forefathers in the Pentecost community, they were filled with spiritual gifts. ആമേൻ. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇറങ്ങിയ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ നമ്മുടെ പിതാക്കന്മാർ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും ആത്മനിയോഗത്താൽ നയിക്കപ്പെടുന്നവരുമായിരുന്നു. So this is about 100 years that they used to pray by the guidance of the Spirit. ആമേൻ. അവര് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കൈയാൽ ആമേൻ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. There used to be miracles by their hands. ആമേൻ. ഹല്ലേലൂയ. ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് മിക്ക പേരും നമുക്കറിയാം ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വിശ്വാസാനുഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരായിരുന്നു അന്നത്തെ ആദിമ പിതാക്കന്മാരിൽ പലരും. So most of the people who came to the Pentecost community were from the brethren churches. പക്ഷേ അവർ അഭിഷേകത്താൽ ആമേൻ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ദൈവത്തിന്റെ കൃപാവരങ്ങൾ അവരിലൂടെ ജ്വലിക്കുകയും വലിയ വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും നടക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്തു. So formally they had the spirit and a lot of miracles were done in the spirit realm. അവൻ അങ്ങനെയാണ് കേരളത്തിൽ ദൈവത്തിന്റെ സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So that is how most of the churches were established in Kerala. അവൻ കാലം കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൃപാവരങ്ങളുടെ അനുഭവങ്ങൾ അവൻ പെന്തക്കോസ് സഭകളിൽ കുറയാനായിട്ട് തുടങ്ങി. So as ages passed, the spiritual gifts started to decline in the Pentecost community. കാരണം അവർക്ക് ദൈവ പരിജ്ഞാനം, ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്. യേശു അല്ലെങ്കിൽ പൗലോസ് ആത്മാവിനാൽ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. So here Paul is praying in the 17th verse that the God of our Lord Jesus Christ, the Father of glory, may he give you the spirit of wisdom and revelation in the knowledge of him. ആമേൻ. അപ്പോ ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടുന്നത് ദൈവപരിജ്ഞാനത്താലാണ്. So you get the spirit of wisdom and revelation only according to the knowledge of the Lord. ആമേൻ. ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന് ലഭിക്കുവാൻ തക്കവണ്ണം നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്.
So only when one person gets a better understanding of the Lord, that the spirit of wisdom and revelation will be granted to him. ആമേൻ. നിങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ പ്രാർത്ഥനാ വിഷയവുമായിട്ട് വരുന്ന ഒരാളെയും, നിങ്ങൾ യേശുവിന്റെ കാര്യം നോക്കിയൊക്കെ, യേശുവിന്റെ അടുക്കൽ വന്ന ഒരാൾ പോലും മറുപടി ലഭിക്കാതെ, വിടുതൽ പ്രാപിക്കാതെ മടങ്ങിപ്പോയിട്ടില്ല. So any person who came to Jesus, they never returned back without a deliverance. കാരണം യേശു ദൈവ പരിജ്ഞാനത്തിന്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ട വ്യക്തിയായിരുന്നു. Because Jesus was filled with the knowledge of the Lord. ആമേൻ, ഹല്ലേലൂയ. ദൈവ പരിജ്ഞാനത്തിന്റെ ഒരുപക്ഷെ പൂർണ്ണതയായിരുന്നു അവൻ യേശുക്രിസ്തു എന്ന് പറയുന്നത്. So Jesus, he was the full knowledge of the Lord, the Father. ആമേൻ, ഹല്ലേലൂയ. അപ്പോ തന്റെ അടുക്കൽ വന്നവർക്ക് സ്തോത്രം, ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ചിട്ടേ അവർ മടങ്ങിപ്പോയുള്ളൂ. അല്ലെങ്കിൽ ആഗ്രഹത്തോടെ തന്റെ അടുക്കൽ വന്ന ഒരാൾ പോലും നിരാശയായിട്ട് മടങ്ങേണ്ടി വന്നിട്ടില്ല. So the people who came to him hungry and thirsty, they never returned away from him without getting anything. Praise the Lord, hallelujah. ഞാൻ പറഞ്ഞു വന്നത്, കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടയിലെ ആത്മീയ അനുഭവങ്ങൾക്ക് മങ്ങലേൽക്കാൻ തുടങ്ങി. ദൈവ പരിജ്ഞാനത്തിൽ നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, പിന്നോട്ട് പോകാൻ തുടങ്ങി. പ്രാർത്ഥനയിലും ദൈവിക ബന്ധത്തിലും നമ്മൾ പിന്മാറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപാവരങ്ങൾ സ്തോത്രം സഭയിൽ ജ്വലിക്കുന്നത് സ്തോത്രം കുറയാൻ തുടങ്ങി. പാരമ്പര്യം നമ്മുടെ സഭകളിലേക്ക് കടന്നു കയറാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ പ്രവർത്തികൾ സഭയിൽ തടയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So as ages passed, there was a decline in the spiritual gifts in our churches, and there was a lot of there was no unity, and what the doctrine of the forefathers was maintained, it started to come back in our present churches. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം, പാരമ്പര്യത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ സഭയിലേക്ക് വരികയും ദൈവ പരിജ്ഞാനം കുറയുകയും ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളാലും നിറയപ്പെടുന്ന അനുഭവങ്ങൾ സഭയിൽ കുറയുകയും ചെയ്തു. So there was the spiritual gifts and the knowledge of the Lord, everything started to be lesser and lesser as it progressed over the ages. ഇവിടെ പൗലോസിന്റെ ആഗ്രഹം, നിങ്ങൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും സ്തോത്രം ആത്മാവിനെ ദൈവം പകരണം. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സഭയുടെ മേൽ പകരപ്പെടണമെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ദൈവസഭ കൃപകളും കൃപാവരങ്ങളാലും, നമ്മൾ ഈ വായിച്ച 9 കൃപാവരങ്ങളാലും നിറയപ്പെട്ട് ദേശത്തെ പിടിക്കുന്നതായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. So God is desiring that our churches should be filled with the 9 spiritual gifts which is mentioned in 1 Corinthians, and we conquer our land with the word of God. Praise the Lord. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ ഉണ്ട്, നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി ഒരു വീഡിയോ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So in the recent times, pastor had seen a video regarding a North Indian church. അവിടെ ഒരു ഗ്രാമത്തിൽ 3 ദിവസത്തെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. So in a village there is a convention which is happening for 3 days. അവിടെ ഒരു മാതാവ് ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞുമായിട്ട് ആദ്യത്തെ 2 ദിവസം ആ കുഞ്ഞിനെ മീറ്റിംഗിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നു. ദേവദാസന്മാര് പ്രാർത്ഥിച്ചു, പക്ഷെ കുഞ്ഞിന്റെ അത്ഭുതമൊന്നും നടന്നില്ല. So here a mother is bringing a boy who doesn't child who is not talking, and even after 2 days the child is not speaking. No miracle happened. 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. വലിയ ദൈവമഹത്വം ഇറങ്ങി. അനേകർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അനേകർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. But on the 3rd day, what happened was there was the filling of Holy Spirit, and a lot of people started to speak in tongues. ആമേൻ. അപ്പോ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരെ മുമ്പിലോട്ട് വിളിക്കാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ ആവശ്യപ്പെട്ടു. അവരുടെ സാക്ഷ്യത്തിനായിട്ട് മുമ്പോട്ട് വിളിക്കാൻ പറഞ്ഞു. So the preacher asked the people, those who received the Holy Spirit, to come forward. ആമേൻ. അപ്പോ ഈ സ്ത്രീ ആണെങ്കിൽ ഈ കുഞ്ഞുമായിട്ട് വരുന്നത് ഈ ദേവദാസൻ കണ്ടു. അപ്പോ ഈ വോളണ്ടറിയായിട്ട് നിന്ന ആളിനോട് പറഞ്ഞു, അവരെ ഇപ്പൊ ഇങ്ങോട്ട് വിടരുത്, അവരെ പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറ. താൻ ചിന്തിച്ചത് ഈ കുഞ്ഞിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെന്നാണ് താൻ ചിന്തിച്ചത്. So the preacher saw this mother and this child who didn't speak, and he was asking the volunteers, ask them to come later, we can pray for them later, because he thought that they were coming again to pray for the boy. അപ്പോ ഈ അവിടെ നിന്നവര് ഈ മാതാവായിട്ട് സംസാരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ആ സംസാരിച്ച
ആ വ്യക്തി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു. So what happened was like ആരാ പാസ്റ്ററെ ഉച്ചത്തിൽ സ്തുതിച്ചത്? ഈ മാതാവുമായിട്ട് അവിടെ താഴെ നിന്ന് സംസാരിച്ച വ്യക്തി അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു. So there was a person who was standing near to the mother and he was praising the Lord very loudly. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്തോത്രം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാതിരുന്ന ഈ കുഞ്ഞിന് ഇന്ന് രാത്രിയിൽ ദൈവം മഹത്വം ഇറങ്ങി വരികയും ഈ കുഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് പറഞ്ഞു. So this person was telling that this glory of the Lord has come upon this boy and he is healed and he's not even spoken in his lifetime and he's spoken today. ആമേൻ. അതിനുശേഷം ആ ഗ്രാമത്തിൽ, ആ പ്രദേശത്തിൽ, നോർത്ത് ഇന്ത്യൻ വില്ലേജിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So after this incident there was a lot of miracles which happened in this village in North India. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാക്ഷ്യമാണ് ഈ കുഞ്ഞ് സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. Because all of them knew that this child didn't speak. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് ഒരുപക്ഷെ അംഗീകരിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ നടന്നു കഴിയുമ്പോൾ, ഒരു അത്ഭുതം നടന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവർ വാസ്തവമായിട്ടും ദൈവം നിങ്ങളുടെ മധ്യേ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ കവിണ്ണു വീണ് ദൈവത്തെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. Yes. If anybody is not accepting the word of God, if a miracle is happening in their lives, they will understand the glory of God and they will kneel and they will accept that Jesus Christ is the Lord. ആമേൻ, സ്തോത്രം. ദൈവം സഭയെ കൃപകളും കൃപാവരങ്ങളാലും നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. The Lord is desiring to fill our church with gifts and spiritual gifts. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ഒരു ആത്മ പകർച്ച വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. Let all those who are hearing this class in their homes, let the gift of the Holy Spirit be filled. അവൻ നമ്മുടെ സഭയുടെ മേൽ അങ്ങനത്തെ ഒരു ആത്മമണ്ഡലം നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ തുറക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ സഭയിലും ഹല്ലേലൂയ മറ്റു സഭകളിലും അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. When we pray this evening, let the Spirit realm be opened in our churches and all the churches. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് ഈ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചു 1:8 പറയുകയാണ്, ഐ വാണ്ട് ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്. ഞാൻ നിങ്ങളുടെ മേൽ ആത്മിക വരത്തെ വല്ലതും ഇമ്പാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നമുക്ക് ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ എനിക്കും ആത്മീയ വർധന ഉണ്ടാകേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. So in Romans chapter 1 verses 11 it says, I may impart to you some spiritual gift that you may be established, that I may be encouraged together with you by mutual faith of both of you. Amen. ഞാൻ നിങ്ങളുടെ മേൽ ആത്മിക വരത്തെ ഇമ്പാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. So Paul here is telling that I want to impart some spiritual gifts to you. ആമേൻ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ ചിന്തിച്ചു ദൈവം നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അപ്പൊ ദൈവ പരിജ്ഞാനത്തിലാണ് ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, കർത്താവേ അങ്ങേ അറിയുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. So in this verse 17 it says that may the Lord give you the wisdom of spirit of wisdom and revelation in the knowledge of him. So what we need to pray is, oh Lord, give me the grace to know more about you. പിശാച് പലപ്പോഴും നമ്മളെ കളിപ്പിക്കുന്നത് യേശുവിന്റെ സ്വഭാവം വാസ്തവമായിട്ട് നമ്മൾ അറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. So what the Satan is trying to confuse us is that we should not know the behavior of God or the nature of Jesus. പിതാവായ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശുവിന്റെ സ്വഭാവം തന്നെയാണ്. So the nature of God the Father is same to the nature of Jesus Christ. നമുക്ക് പഴയ നിയമം പഠിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭയങ്കര തീഷ്ണതയുള്ള ഉഗ്ര കോപമുള്ള ദൈവമായിട്ടാണ് പലപ്പോഴും നമുക്ക് പഴയ നിയമത്തിൽ പിതാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. So in the Old Testament, the God the Father, he is very serious and he is having a lot of anger, and it is mentioned about him in that way. ഭയങ്കരമായ തീഷ്ണതയുള്ള ദൈവമായിട്ടാണ് അത് വെളിപ്പെട്ടിരിക്കുന്നത്. So തീഷ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, like, is there any term? Seal.
Seriousness. zeal, ഓക്കെ അപ്പോ jealous എന്ന് പറയും. Zealousness. അപ്പോ പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുകയാണ് പിതാവിനെ അവൻ കണ്ടിട്ടില്ല, ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവിന്റെ സ്വഭാവത്തെ യേശു ഈ ഭൂമിയിൽ വന്നിട്ട് ഇതാണ് പിതാവിന്റെ സ്വഭാവം എന്ന് യേശു തന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി കാണിച്ചു. എത്ര സൗമ്യതയുള്ളവനാണ്, എത്ര സ്നേഹമുള്ളവനാണ്. തന്റെ അടുക്കൽ വരുന്നവരെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്തവനാണ് ദൈവമെന്ന് യേശു വെളിപ്പെടുത്തി കാണിച്ചു. So nobody has seen God the Father, but his nature was reflected through Jesus Christ, who was sitting on his bosom. And this was manifested by his words, the way how he was patient and loving to everybody who came to him. ഇന്ന് രാത്രിയിലും നിങ്ങൾ മനസ്സിലാക്കണം, യേശു നിങ്ങളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. This night, everybody should understand that Jesus never leaves you alone, not at any time. കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ നിന്നെ എന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുകയാ. പെറ്റ തള്ള താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് ദൈവത്തിന്റെ പ്രോമിസാണ്. So it is the promise of God towards us that he will never forsake us till the end of ages. Like a mother who has born her child, will she forsake it? Never. So like that, he will never forsake us because he has carved us in the palm of his hand. ആമേൻ. ഇന്ന് രാത്രിയിലും ആരെങ്കിലും ചിന്തിക്കുന്നോ, ദൈവം എന്നെ സ്വീകരിക്കുമോ, ദൈവം എന്നെ അംഗീകരിക്കുന്നുണ്ടോ, ദൈവന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ലെന്ന് മാത്രമല്ല, അവൻ എന്തൊക്കെ, ഇന്ന് രാത്രി എനിക്ക് അങ്ങനത്തെ ഒരു ആത്മപ്രേരണ തോന്നുകയാണ് പറയുവാൻ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് അവൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ, അവൻ നിവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണെന്ന്, അവൻ മഹത്വവാനായിട്ട് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Amen. So if anybody is singing that, will the Lord accept my prayer, or will he accept me? Remember that this night God wants to do a miracle in your life. He is ready to do that miracle in your life. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിനെയും ആത്മാവ് തരണം, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പം നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കപ്പെടണം. So our eyes of understanding should be enlightened in the 18th verse. ഒരു വ്യക്തി കർത്താവിനാൽ പ്രയോജനപ്പെടണമെങ്കിൽ അവന്റെ ആത്മ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. So if a person needs to be used by God, his spiritual eyes must be opened. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം. 2 Corinthians 4 verses 4. ജീവിതം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോ കണ്ടോ, ദൈവപ്രതിമയായ, നമ്മൾ മുമ്പേ പറഞ്ഞ അതേ വാക്യം തന്നെ കണ്ടോ, ദൈവപ്രതിമയായ പിതാവായ ദൈവം തന്നെയാണ് അല്ലെങ്കിൽ പുത്രൻ എന്ന് പറയുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ. കണ്ടോ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. Whose minds the God of this age has blinded, who do not believe, lest the light of gospel of the glory of Christ, who is the image of God. നമ്മൾ പറയുന്ന, നിങ്ങൾ കൊടുക്കുന്ന ട്രാക്റ്റ് അവര് വിശ്വസിക്കണമെങ്കിൽ ഒന്നാമത് അവരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന, മനസ്സിനെ കുരുടാക്കിയിരിക്കുന്ന ശക്തി മാറ്റപ്പെടണം. So if you're giving a tract to somebody and if they want to believe, what has been blinded in their heart, that should be removed. നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം, ഒരു തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ തെരുവിൽ നിൽക്കുന്നവർ കേട്ട് അത് വിശ്വസിക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന ശക്തി തകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. So the spirit which has blinded their hearts and eyes, it should be removed if they need to
learn the word of God, which is Amen. spoken to them in streets. നിങ്ങൾ സുവിശേഷം പറയുന്ന വ്യക്തികൾ നിങ്ങളുമായി ഒരുപക്ഷെ പറയുമ്പോൾ തർക്കിക്കുമായിരിക്കാം. പക്ഷെ അവർ തർക്കത്തിൽ നിന്ന് മാറി ഈ സുവിശേഷം അംഗീകരിക്കണമെങ്കിൽ അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. So if this person wants to understand this word of God, they might argue with you, but only if they're what do we say, if they're The spiritual eyes. The spiritual eyes, if it is open, they will be able to accept this gospel which we share. ആമേൻ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സുവിശേഷം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. So before we share gospel to them, first we should pray. ആമേൻ. ആ വ്യക്തിയുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന പൈശാചിക ശക്തികളെ ശാസിച്ചു പ്രാർത്ഥിക്കണം. We must rebuke the spirit which has blinded their hearts. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പൗലോസ് ഇവിടെ പറയുകയാണ്, ആമേൻ, വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം. So it says അതീ വേഴ്സിലാണോ പാസ്റ്റർ? 4th വേഴ്സിൽ തെറ്റല്ലേ ഇത് പറയുന്നത്? അല്ലല്ല, നമ്മൾ എഫെസ്യ ലേഖനത്തിൽ പറയുകയാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട്. Okay. So it 17. says that in the 18th verse, the eyes of your understanding should be enlightened. ആമേൻ. ആമേൻ. അപ്പോ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടണം നമ്മുടെ. So your inner eyes should be opened. ഹല്ലേലൂയ. നമുക്ക് ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ ആത്മലോകത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. Only if our eyes are enlightened, we will be able to understand the things which are happening in the spiritual realm. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം, ദൈവം എന്താണ് ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഹൃദയ കണ്ണുകൾ ഒരു വ്യക്തിയുടെ പ്രകാശിപ്പിക്കപ്പെട്ടാൽ അവൻ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. So if their eyes are enlightened, they will be able to understand what is happening in the kingdom of God. ആമേൻ. പലപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന്റെ കാരണം എന്താ? ദൈവത്തെ കുറിച്ച് നമ്മുടെ അങ്ങനെ അത്തരത്തിൽ ഒരു ബോധ്യം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ്. So most of the times we get tensed because we do not know, our eyes are not enlightened to understand the work of God. ആമേൻ. എനിക്ക് തോന്നുന്നു പത്രോസിന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ളവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ അത്രയെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ. അത് കിട്ടിയവരൊന്ന് വായിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു 2 പത്രോസിൽ 9-ാമത്തെ 9th verse. 9-ാമത്തെ വാക്യം. 2 പത്രോസ് 1:9. Second Peter 1:9. 1:9. അവയില്ലാത്തവനോട് കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളെ ശുദ്ധീകരണം മറന്നവനുമാകും. അവിടെയും നിങ്ങൾ നോക്കിക്കേ, എന്തിനെ പറ്റിയാ പറയുന്നത് നോക്കിക്കേ. അത് അവിടെയും ദൈവപരിജ്ഞാനത്തെ പറ്റി പറഞ്ഞിട്ടാണ്. നമുക്ക് അതിന്റെ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തൊട്ട് വായിച്ചു വരുമ്പം ആമേൻ ഹല്ലേലൂയ, അവന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ ഇവിടെ പറയുന്നുണ്ട് പരിജ്ഞാനം സംബന്ധിച്ച്. കണ്ടോ, ക്രിസ്തുവിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കത്തില്ല, ഫലമില്ലാത്തവരുമായിരിക്കത്തില്ല. അവയില്ലാത്തവനോ, കണ്ടോ, കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ. ഹ്രസ്വദൃഷ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള കാര്യം കാണാം, അല്ലെ, ദൂരെ ഉള്ളത് കാണാൻ പറ്റുന്നില്ല, അകലെ ഉള്ളത്, ഹല്ലേലൂയ, മറഞ്ഞിരിക്കുന്നത്, ആത്മമണ്ഡലത്തിലുള്ള കാര്യങ്ങളെ പറ്റി അവന് ബോധ്യമില്ല. ഇന്നത്തെ ലോകത്തിന്റെ ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ് പോകുന്നത്. കാരണം അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ, അവന്റെ ആത്മക്കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ആമേൻ സ്തോത്രം മുകളിൽ തൊട്ട് വായിച്ചു വരുമ്പോ അവന്റെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, കണ്ടോ, നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഓൾറെഡി നമുക്കത്, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. So as in the 2 Peter chapter 1 from verse 3, we can see that his divine power has given to us all things that pertain to life and godliness through the knowledge of him. So this knowledge, the certain things are mentioned in verses 5 till 8, and it says, those who lack these things, they are short-sighted. So many of the problem is like most of them are short-sighted. They don't see what is happening in the spiritual realm. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവന്റെ ദിവ്യ ശക്തി,
അത്യന്ത ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ദൈവപരിജ്ഞാനം വേണം. ആമേൻ. So his divine power, the resurrection power, is given to us all things for life and our godliness. But in order to understand this, we need to have the knowledge of him. നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച പറഞ്ഞു, ഹാഗാറിന് വേണ്ടി അന്നേരം അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി ദൈവം അന്നേരം ഒരു ഉറവ തുറന്നതല്ല. ബൈബിൾ പറയുന്നത് ഉറവ കാണുവാൻ, ഹല്ലേലൂയ, എത്രാമത്തെ വചനമായി? ജനസിസ് 21:19 പറയുകയാണ്, അവനെ ഉറവ കാണുവാൻ അവിടെ കണ്ണുകളെ ദൈവം തുറന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. Genesis chapter 29. 21:19, 21:19. 21 verses 19. അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. അവളൊരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. കണ്ടോ, ദൈവം അവൻ ഉറവ തുറന്നു എന്നല്ല ബൈബിളിൽ പറയുന്നത്. ദൈവം അവളുടെ ഉറവ കാണുവാൻ അവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, അബ്രഹാം കൊടുത്ത അവൻ ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കൊടുത്താ വിട്ടത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ തോളിൽ വെച്ചിട്ട് കൊച്ചിനുമായിട്ട് പറഞ്ഞു വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഹല്ലേലൂയ. ഇവനൊരു വാഗ്ദത്തമുള്ള സന്തതിയാ. ദൈവം വാഗ്ദത്തം പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇവനെ കുറിച്ച് ആമേൻ, സ്തോത്രം. ഇത് മരിച്ചു പോകുമോ, കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞൊരു അൻപിൻപാട് ദൂരത്തിട്ടുകൊണ്ട് ഇവൾ കരയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോഴാണ് ഹല്ലേലൂയ ദൈവം പറയുന്നത്, ദൈവം ബാലന്റെ, കണ്ടോ, വാഗ്ദത്തമുള്ളവന്റെ അവൻ തലമുറയുടെ നിലവിളിയാണ്. അവൻ ഹാഗാറിന്റെ നിലവിളി കേട്ട് നല്ല പറയുന്നത്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. അവൻ ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു അവളോട്, ഹാഗാറെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലിനിരിക്കുന്നിടത്ത് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു, നീ ചെന്ന് ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊടുക്കുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞിട്ട് ദൈവം അവിടെ കണ്ണുകളെയാണ് തുറക്കുന്നത്. In this context, we can see that when Hagar is left alone in the desert with her son Ishmael, Abraham is just giving her a skin of water, and when she's out in the wilderness, here what happens is like the angel calls to Hagar when they hear the voice of the boy who's crying, that is Ishmael, and not the voice of Hagar. And when God is opening her eyes, she sees that the fountain of water is opened. And Praise the Lord. Here we can see that Ishmael is the son of promise, and here promise also is given to Ishmael, telling that I will make him a great nation. ഹല്ലേലൂയ. അപ്പോ ദൈവം അവിടെ ഹാഗാറിന് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി ദൈവം തുറന്ന ഉറവ കാണുവാൻ അവിടെ കണ്ണുകളെ. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സകലതും ദൈവം മുന്നമേ ഒരുക്കി വെച്ചിരിക്കുന്നത്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി മുന്നമേ ഒരുക്കി വെച്ചിരിക്കുക. അത് കാണുവാൻ ഇന്ന് രാത്രിയിൽ ആത്മ കണ്ണുകളെ ദൈവം തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി നിങ്ങളുടെ ആത്മ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. When we hear this word today, let the Lord's power open our inner eyes to see the blessings which He has prepared for us before. Every blessings are prepared for us beforehand, but we need to open our spiritual eyes and see that. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 24:45 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 24:45 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്ക്, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 24:45. തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെയും ആത്മക്കണ്ണുകളെയാണ് അവരുടെ ആത്മക്കണ്ണുകളെയാണ് സ്വർഗം പ്രകാശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ശരിക്കും അവർ രക്ഷിക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിന്റെ 11 അപ്പോസ്തലന്മാരും രക്ഷിക്കപ്പെട്ടത് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിന് വരുന്നതിന് മുന്നമേ കേൾക്കാമോ? ഓക്കെ. പത്രോസ് പല വാക്യങ്ങളെയും കോട്ട് ചെയ്തിട്ട് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. So here it says that he opened their understanding, that is a spiritual eyes, that they may comprehend the scriptures. So pastor ഇടയ്ക്ക് ഒന്ന് സ്റ്റക്ക് ആയിപ്പോയി. അപ്പൊ അതായത് ഈ ഭാഗത്ത് അവരുടെ ആത്മക്കണ്ണുകളെ ദൈവം തുറക്കുകയായിരുന്നു.
So in this context, here the Lord was opening their spiritual eyes. അവർ തിരുവെഴുത്ത് പലപ്പോഴും നമുക്കറിയാം യേശുവിനുള്ള കംപ്ലൈന്റ് അവരെ കുറിച്ച്, നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നതെന്ന് യേശു അവരോട് പലവട്ടം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Here we see that Jesus is telling them that because you don't understand the word of God, you are always getting into mistakes. പെന്തക്കോസ്തല്ല, അതായത് ഈ ശിഷ്യന്മാർ തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോയിക്കൊണ്ടിരുന്നത്. So it's the disciples, because they didn't understand the word of God, they were getting into doubts and mistakes. അപ്പൊ ഇവിടെ അവരുടെ ആ തിരുവെഴുത്ത് തിരിച്ചറിയേണ്ടതിന് അവരുടെ കണ്ണുകളെ ദൈവം തുറന്നു, ബുദ്ധിയെ തുറന്നെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത് അവൻ അവരുടെ മേൽ ഊതി ആത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിന്റെ ആ ശ്വാസത്തിന് ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്തുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, തെളിവ് പറയേണ്ട കാര്യമില്ലല്ലോ, ആദമിന്റെ മേൽ ദൈവം ഊതി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ജീവനുള്ള അവൻ ദേഹിയായി തീർന്നു എന്നാ ബൈബിളിൽ വായിക്കുന്ന. ആത്മാവിനെ അവന്റെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു നമുക്കറിയാം. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ അവരുടെ ആത്മ കണ്ണുകളെയാണ് കർത്താവ് തുറക്കുന്നത്. So in this context, the Lord is opening the spiritual eyes of these disciples. And also in another context, we see that Jesus is breathing into them and it is awakening their spirit, like how the Lord created Adam and he breathed into him and he became a live person. ഇന്ന് രാത്രിയിലും നമുക്ക് വചനം തിരിച്ചറിയണമോ, നമ്മുടെ ആത്മ കണ്ണുകൾ തുറക്കപ്പെടണം. In order to understand the word of God, our spiritual eyes should be enlightened. ഇന്ന് രാത്രിയിൽ ആത്മകണ്ണുകൾ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള നന്മകളെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. If our spiritual eyes are enlightened, we will be able to see the miracles and wonders that God has prepared for us. ഇന്ന് രാത്രിയിൽ ഒരു വലിയ ആത്മ പകർച്ച, സ്തോത്രം, ഹല്ലേലൂയ, ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ മേൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആത്മ കണ്ണുകൾ ഇന്ന് രാത്രിയിൽ തുറക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. Let this night be a night where the spiritual eyes be opened and enlightened to see the miracles of God. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുകയാ. Oh Lord, I have Father, pray together in this night. അവൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. We are submitting everybody who's hearing the word of God. അവൻ ഇന്ന് രാത്രി ഞങ്ങളുടെ ആത്മ കണ്ണുകളെ സ്വർഗം പ്രകാശിപ്പിക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. We would thank Lord for the grace of opening all our spiritual eyes this evening. അവൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. We pray that you bless each and every one of us present. അവൻ ഹല്ലേലൂയ. എല്ലാവരുടെ മേലും അസാധാരണമായ ദൈവശക്തിയെയും ദൈവത്തിന്റെ കൃപയെയും പകരുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. We would thank Lord for the unexpected and miraculous power which is given to each one of us. പ്രാർത്ഥനകൾക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. Please hear our prayer in the name of Jesus. Over to Pastor.